ദുബായ് കരാമയിൽ കൊല്ലപ്പെട്ട വിതുര സ്വദേശി ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തിക്കും. ആനിമോളുടെ മരണത്തിൽ ഇവരുടെ ആൺ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കവേ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ പിടിയിലായത്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ, മൃതദേഹം എപ്പോഴാണ് എത്തിക്കുക? ഇപ്പോൾ ആരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട പിടിയിലായിട്ടുള്ളത്? ദിവ്യ, വിതുര ബോണക്കാട് സ്വദേശിയാണ് 26 വയസ്സുകാരിയായ ആനിമോള്. ഇന്ന് രാത്രി 10:20 ഷാർജയിൽ നിന്ന് പുറപ്പെടുന്ന എയർ അറേബ്യ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നാളെ പുലർച്ചെയോടെ മൃതദേഹം നാട്ടിൽ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ കേസുമായി ബന്ധപ്പെട്ട് അനിമോളുടെ ഒരു ആൺ സുഹൃത്ത് പിടിയിലാണ്. ഇദ്ദേഹവും തിരുവനന്തപുരം സ്വദേശിയാണ്. സാമൂഹ്യ പ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ച് അബുദാബിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അബിൻലാൽ എന്ന ഒരു വ്യക്തിയാണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ നൽകുന്ന വിവരം. ഇത് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് ആനിമോളെ UAE-യിലേക്ക് 1.5 വർഷം മുമ്പ് എത്തിച്ചത് ഇദ്ദേഹമാണ്. പിന്നീട് ഇവർ അബുദാബിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു. പിന്നീട് ദുബൈയിൽ ആനിമോൾക്ക് ജോലി കിട്ടി ദുബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു. അതിനിടയിൽ ഇവർ തമ്മിലുണ്ടായ എന്തോ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ നൽകുന്ന വിവരം. ദുബൈയിലെ സാമൂഹ്യ പ്രവർത്തകനായ നിഹാസ് ഹാഷിം, അതേപോലെ തന്നെ ഇൻകാസ് യൂത്ത് വിംഗ് പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. ദിവ്യ, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.